ദാസേട്ടൻ കോഴിക്കോടാണ് രേണുസുതി എന്ന് പറയുന്ന ആളെ ഈ ഫീൽഡ് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്, ശരിയാണോ? രേണുസുതി ആയിട്ട് തെറ്റിയോ? തെറ്റി അടിച്ചു പിരിഞ്ഞു പോയി. ദാസേട്ടൻ ഈ സ്ത്രീകളോട് കൂടെ മാത്രമാണ് റീൽ ചെയ്യാറ്. അടുത്ത ചോദ്യം, രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എല്ലാവരും ഇത്. ഒന്ന് രേണു, രണ്ടാമത് സ്ത്രീകളോട് സ്ത്രീകളോട് മാത്രമല്ല, ട്രാൻസ്ജെൻസിന്റെ കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്, കണ്ടുണ്ടോ? കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ 2ാം ചരമവാർഷികം, ആ ഒരു പരിപാടിയിൽ രേണുസുതിക്ക് അറിയുന്ന എല്ലാവരും വന്നു. പക്ഷെ ദാസേട്ടൻ കോഴിക്കോടിന് മാത്രം ഞാൻ അവിടെ കണ്ടില്ല. എന്തുകൊണ്ടത്? ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം ഈ ലക്കി ഡ്രോ എന്ന് പറയുന്നത്. എല്ലാവർക്കും തോന്നിയ പോലെ അസ്വാഭാവികത എനിക്ക് തോന്നിയിട്ടുണ്ട്. വീട്ടില് വെള്ളസാരി എടുത്ത് ഇരിക്കേണ്ട ആൾക്കാർ, അങ്ങനെ അതൊക്കെ എന്ത് കാഴ്ചപ്പാടാണ്. പവർഡ് ബൈ യൂത്ത് ഫേസ്. ഹായ് ഹലോ, പെയിൻ സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എന്റെ കൂടെയുള്ളത് പൊളിച്ചെടുക്കുക. നിങ്ങൾക്ക് ആളെ പിടികിട്ടി കാണുമല്ലോ. യെസ്, നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്. വെൽക്കം ടു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. ഓക്കെ, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് പുതിയ പ്രൊജക്ട്? കാരണം ഇപ്പൊ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ദാസേട്ടൻ കോഴിക്കോട്, രേണുസുതി, ആ ഒരു ഇതൊക്കെ കയ്യിൽ ഒന്ന് കെട്ടടങ്ങി വരികയാണ്. പുതുതായിട്ട് എന്തെങ്കിലും പൊട്ടിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ഉണ്ട്, പൊട്ടിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അതൊക്കെ സമയങ്ങളിൽ എല്ലാവരും എത്തും. അപ്പൊ അടുത്ത എയറിലാവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അടുത്ത് കഴിഞ്ഞാൽ അടുത്തത്. അപ്പം എയറിലാവട്ടെ. ഇപ്പൊ നമ്മുടെ രേണുസുതി കാര്യങ്ങളിലേക്ക് തന്നെ വരാം. അപ്പം ദാസേട്ടൻ കോഴിക്കോടാണ് രേണുസുതി എന്ന് പറയുന്ന ആളെ ഈ ഫീൽഡ് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്, ശരിയാണോ? ശരിയാണ്, ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാനാണ് സാധാരണ രീതിയിൽ നമ്മളെ മൊബൈലിൽ വീഡിയോസ് എടുത്ത് നടക്കുന്ന രേണുവിനെ ഒരു സിനിമാറ്റിക് ലെവലിൽ ഒരു റീൽസ് വീഡിയോ എടുക്കാൻ ക്ഷണിച്ചത് ഞാനാണ്. ക്ഷണം അവർ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അങ്ങനെ ഡിബിൻ ഡേമൺ എന്ന ക്യാമറമാനെ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ ചാന്തുപൊട്ട് എന്ന് പറഞ്ഞ വിവാദമായ റീല് വന്നു. ചാന്തുപൊട്ടിന് ശേഷം അങ്ങനെ കുറെ ഇത് വന്നു. നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ച ആൽബങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സഡൻ ആയിട്ട് ദാസേട്ടൻ കോഴിക്കോട് രേണുസുതിനെയും കാണില്ല. പിന്നെ അങ്ങോട്ട് രേണുസുതിന്റെ കൂടെ വേറെ ആർട്ടിസ്റ്റുകളെയാണ് കാണുന്നത്. രേണുസുതി ആയിട്ട് തെറ്റിയോ? തെറ്റി അടിച്ചു പിരിഞ്ഞു പോയി. അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. രേണുസുതിയായി തെറ്റി അടിച്ചു പിരിഞ്ഞ് രണ്ട് വൈക്കായി. അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനല്ലേ. ഞങ്ങൾ തെറ്റി. എന്നാൽ ആര് പറഞ്ഞു തെറ്റിയെന്ന്? നിങ്ങൾ ആഗ്രഹിക്കണ്ടോ രേണുസുതി ഞാൻ തെറ്റണം എന്നുള്ളത്? ഞാൻ കുറേ ഇന്റർവ്യൂ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പം അടുത്തൊക്കെ. അല്ലാതെ ചോദിക്കുന്നത് ഞാൻ രേണുസുതി തെറ്റിയോ എന്നുള്ളത്. അതെന്താ നിങ്ങൾ ചോദിക്കാൻ കാരണം എന്താ? ഞങ്ങൾ 3 റീൽസ് എടുത്തു, ഒരു ആൽബം ചെയ്തു. ആ ഒരു ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. രേണുസുതി ഇപ്പോൾ കുറേ ആൽബങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോടൊന്ന് ചോദിക്കാൻ ചോദ്യം ഇപ്പം ചോദിക്കുന്നത് ഞാൻ രേണുസുതി തെറ്റിയോന്ന്. തെറ്റി അടിച്ച് പിരിഞ്ച്, അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചാനലർ അതാണ് ആഗ്രഹിക്കുന്നത്. എന്നാലേ ഞങ്ങൾ തെറ്റിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും നല്ല ബന്ധം. ഇന്ന് വൈകുന്നേരം വരെ ഞാൻ രേണുവിനെ വിളിച്ചിട്ടുള്ളൂ. ദാസേട്ടൻ ഈ സ്ത്രീകളോട് കൂടെ മാത്രമാണ് റീൽ ചെയ്യാറ്. അടുത്ത ചോദ്യം, രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എല്ലാവരും ഇത്. ഒന്ന് രേണു, രണ്ടാമത് സ്ത്രീകളോട് മാത്രമല്ല, പുരുഷന്മാരോട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ജെൻസിന്റെ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടുണ്ടോ? സ്ത്രീകളോട് ചെയ്തിട്ടുണ്ട്, പുരുഷന്മാരോട് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ജെൻസിന്റെ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി വേറെ വിഭാഗങ്ങളില്ലല്ലോ. ഇല്ല. അതല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ സ്ത്രീകളോട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അമ്മയായിട്ട് എൻ്റെ കൂടെ സ്ത്രീ അഭിനയിച്ചിട്ടുണ്ട്, ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കാമുകിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നാളെ അഭിനയിക്കും. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, അല്ലേ? സ്ത്രീകളാണ് നമ്മളെ നാട്ടിലെ ശക്തി. അവർക്കാണ് കൂടുതൽ അധികാരം. അപ്പോൾ അവരെ റെസ്പെക്ട് ചെയ്യുന്ന സ്ത്രീകളെ. അതുകൊണ്ട് നാളെ ഞാൻ സ്ത്രീകളോട് അഭിനയിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ 2ാം ചരമവാർഷികം. ആ ഒരു പരിപാടിയിൽ രേണുസുതിക്ക് അറിയുന്ന എല്ലാവരും വന്നു. പക്ഷെ ദാസേട്ടൻ കോഴിക്കോടിന് മാത്രം ഞാൻ അവിടെ കണ്ടില്ല. എന്തുകൊണ്ടത്? ഒന്നാമത് എനിക്ക് സുഖമില്ലായിരുന്നു, പനി ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഈ 5 ഡേയ്സ് ഞങ്ങളെ KSCBയിൽ ഞങ്ങളെ റീഡിങ്ങിൻ്റെ ഡേറ്റാണ്, മന്ത്ലി റീഡിങ്ങിൻ്റെ ഡേറ്റാണ്. ആ സമയത്ത് സീനിയർ സൂപ്രണ്ട് എന്തായാലും ഓഫീസിൽ അവൈലബിൾ ആയിരിക്കണം. ഈ 2 കാരണം കൊണ്ടാണ് വരായിരുന്നത്. അത് കൃത്യമായി രേണുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ആരും ദാസേട്ടൻ കോഴിക്കോടിനെ രേണുസുതിനെയും കാണുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഡൗട്ട്, എവിടെ പോയി, ഇതെന്താ പറ്റി, നിങ്ങൾ തമ്മിൽ വല്ല ഉടക്കാണോ കാര്യങ്ങളാണോ? അപ്പൊ പ്രേക്ഷകരുടെ ഡൗട്ട് ക്ലിയർ ആണെന്നേ ഉള്ളൂ.
അത് ഒരു മിഥ്യധാരണ. ഞങ്ങൾ ഇപ്പോഴും ഇന്ന് രാവിലെ വരെ സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട്. അവളെ വർക്കും കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്, എൻ്റെ വർക്കുകൾ അവളോട് ഷെയർ ചെയ്യാറുണ്ട്. നല്ലതാണോ എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോഴും ആ ബന്ധം അതേപോലെ തന്നെ ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആർട്ടിസ്റ്റ്, ഒരു നായകനും നായികയും മാത്രം പോരല്ലോ, എല്ലാവരും മാറി മാറി അഭിനയിക്കുന്നുണ്ട് എല്ലാവരും കൂട്ടത്തിലും. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ തമ്മിൽ ഒരു ആൽബത്തിൽ അഭിനയിച്ചപ്പോൾ നടു റോഡിൽ വെച്ച് ഓട്ടോക്കാർ ചീത്ത വിളിക്കുന്നത്, അത് സ്ക്രിപ്റ്റഡ് ആണോ അതോ? അത് സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റഡ്. അതായത് ആ ആൽബത്തിൽ ഞങ്ങളെ ആ റൊമാൻറ്റിക് സീന് അവിടെ നടക്കുന്ന സമയത്ത് രണ്ടാളുകൾ വന്നിട്ട് എടാ എന്താണോ ഒന്ന് മാറിക്കൂടെന്ന് പറഞ്ഞ സീൻ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത സീനാണ് അവിടെ. ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ കണ്ട ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. അത് വളരെ എന്താ ആൾക്കാർ ഷെയർ ചെയ്ത് ആദ്യം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് വലിയ സന്തോഷം തോന്നി. പിന്നെ പറഞ്ഞ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നോട് ചോദിക്കാൻ തുടങ്ങി, അസറ്റ് അത് കുറച്ച് കൂടിപ്പോയിട്ടോ. ഞാൻ അത് സ്ക്രിപ്റ്റഡ് ആണത്. ആണോ? എന്നാലും സ്ക്രിപ്റ്റ് ആണെന്ന് ഒരിക്കലും തോന്നില്ല. വളരെ അല്ലേ ഒരു പച്ചയായ രീതിയാണ്. പച്ചയായിട്ടുള്ള രീതി നിങ്ങൾ കളിക്കുമ്പോൾ ദാസ് മീൻസ് റോഡിലൂടെ അവിടെ നിന്നിട്ട് ഇതാക്കുമ്പോൾ ആൾക്കാർ ദാസേട്ടൻ്റെ ഫേസ് ഒക്കെ മാറുമ്പോൾ ഞാൻ വിചാരിച്ചത് റിയൽ ആണോ, ഞാനും ചോദിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പൊ റിയൽ അല്ല. അത് രാവിലെ 7 മണിക്കാണ് ഷൂട്ട് ചെയ്തത്. കൃത്യമായിട്ട് അവിടെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷമാണ് ഞങ്ങൾ ആൽബത്തിൻ്റെ ഡയറക്ടർ അത് ഷൂട്ട് ചെയ്തത്. ആ സീന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആൽബം ഇറങ്ങുന്നതിന് മുമ്പ് ഓരോ കട്ട് ഷോട്ട് നമ്മൾ റീഡായിട്ട് ഇടും. അങ്ങനെ പുള്ളിക്കാരൻ എടുത്തിട്ട സാധനമാണത്. അത് വേറെ ആരൊക്കെയോ എടുത്ത് ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്യുമ്പോൾ എന്ത് വന്നു, മാറ്റം വന്നു. അവിടെ ഞങ്ങളെ പുതിയ ആൽബം ദാസേട്ടൻ കോഴിക്കോട് രേണുസുധീൻ്റെ ഇറങ്ങാനുണ്ട് എന്ന് പറഞ്ഞ് അടിയിലിട്ട സാധനം വേറെ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് മാറി. ദാസേട്ടൻ്റെ രേണു കൂടി റീൽസ് കളിച്ച് റോഡ് ബ്ലോക്കാക്കി, അങ്ങനെ ഇങ്ങനെ MVDക്ക് ടാഗ്, MVDക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ സത്യസന്ധന 1-2 ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു, പത്രത്തിൽ തന്നെ വിളിച്ചിരുന്നു, കേരള കൗമുദി, മാതൃഭൂമിയൊക്കെ എന്നെ വിളിച്ചിരുന്നു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു, അവർ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ അവരത് സെൻസേഷൻ ന്യൂസാക്കി മാറ്റാൻ അവർ താല്പര്യം കാണിച്ചില്ല. MVD എൻ്റെ അറിയുന്ന സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. ഇത് ഷെയറിങ് ഇങ്ങനെ പോകുമ്പോഴേ തീർച്ചയായും ആൾക്കാർ തെറ്റിദ്ധരിക്കും, ഉറപ്പാണ്. ഇപ്പൊ ഷാലു ഒരു തെറ്റിദ്ധരിച്ചില്ലേ? ഇങ്ങനെയെന്ന് ഞാൻ ഓർത്തിരുന്നു. അതിനുശേഷമാണ് നിങ്ങളെ കാണാത്തത്, രണ്ടുപേരും ലൈംലൈറ്റ് ഒരുമിച്ച് കാണാത്തത്. അതാണ് അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ അതിനുശേഷം നിങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. പിന്നെ വിചാരിച്ചു വല്ല ഉടക്കോ കാര്യങ്ങളോ. ഓക്കെ, ഇപ്പം രേണുസുധിയുടെ കാര്യത്തിലോട്ടന്നെ വരുമ്പം നമ്മുടെ പറയാണ് കൊല്ലം സുധിയുടെ ചരമവാർഷിക സമയത്ത് തന്നെ അലിൻജോസ് പെരേര അവരുടെ വീടിന് മുന്നിൽ ഡാൻസ് കളിച്ചു. അപ്പൊ രേണുസുധി അത് പ്രോത്സാഹിപ്പിച്ചു. അതിനെ പറ്റി ദാസേട്ടൻ എന്താ പറയുക? എനിക്ക് അലൻ അവിടെ ചെയ്തത് ശരിയായിട്ടില്ല. ഞാൻ അലനെ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ അലനോട് പറഞ്ഞിട്ടുണ്ട്, അത് അലൻ അലനെ അങ്ങോട്ടങ്ങോട്ട് എന്താ പറയുക ടോപ്പാക്കുന്ന പറയും. നമ്മളെ ഭാഷയിൽ പറയണം, കോഴിക്കോട് പറയണം. അവനെ ടോപ്പാക്കി കൊടുത്ത ആ ടോപ്പാക്കൽ കേട്ട് അങ്ങനെ ചില സന്ദർഭങ്ങൾ ആലോചിക്കണം. ടോപ്പ് ഷാലുവിനെ ടോപ്പാക്കി ഷാലു ഇഷ്ടപ്പെടും, ദാസേട്ടൻ ഞാൻ ഇഷ്ടപ്പെടാത്തതല്ല, എല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് തിരിച്ച് വിനയായി മാറുന്നുള്ളത് ശ്രദ്ധിക്കണം. അത് അവൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അവനോട് ആരോ ചാനലർ ആരോ പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ ആ സ്റ്റൈലിൽ കളിച്ച്. പക്ഷേ പരിസരം നോക്കണം, സമയം നോക്കണം, സാഹചര്യം നോക്കണം. പക്ഷെ അവിടെ അലിൻജോസ് പെരേര പറഞ്ഞ രേണുസുധി പ്രോത്സാഹിപ്പിച്ചിട്ടാണെന്നാണല്ലോ. അതിനെപ്പറ്റി ഞാൻ ആ സ്ഥലത്ത് അവിടെ ഇല്ലായിരുന്നു. രേണു ബാക്കിൽ നിന്ന് കൈയടിക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, അറിയത്തില്ല. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും രേണുസുധിയായിട്ട് ഉടക്കോ കാര്യങ്ങളോ പ്രേക്ഷകർക്ക് അടുത്ത റീലിനെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ കുറച്ച് പേരോട് പറഞ്ഞു, ഇനി അടുത്ത ദാസേട്ടൻ കോഴിക്കോട് ഇന്റർവ്യൂ അങ്ങനെയാണോ, അപ്പൊ രേണുസുധിയായിട്ട് എന്താ പ്രശ്നം എന്നൊന്ന് ചോദിക്കണം. എന്നോട് മെയിൻ ആയിട്ട് എല്ലാം ചോദിക്കുന്നതാണ്, എവിടെ രണ്ടുപേര് എവിടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ദാസേട്ട പുതിയ പ്രൊജക്ട് വരാൻ പോവാട്, ആളെ പേരും കാര്യവും റിവീൽ ചെയ്യില്ല, എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ നമുക്ക്? ഒന്നുമില്ല. ഞാൻ എന്തായാലും ഒരേ നാട്ടുകാരാണ് ഞങ്ങള്, ഒരേ കോഴിക്കോടുകാരാണ് രണ്ടുപേരും. അപ്പൊ ഞങ്ങള് ഒരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ റീൽസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ റീൽസ് ചെയ്യുന്ന ക്യാമറമാൻ ചക്കോടി വിധുൻ, എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ അധികം റീൽസും മാക്സിമം 90% റീൽസാണ് പുള്ളിക്കാരൻ എടുക്കാറ്. പുള്ളിക്കാരനാണ് ക്യാമറാമാൻ. അപ്പോൾ അങ്ങനെ ഒരു റീൽസ് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഇറങ്ങുമ്പോ എല്ലാരും ഈ ഒരു പോർഷൻ ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പൊ ദാസേട്ട ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം ഈ ലക്കി ഡ്രോ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാട് വിഷയം. ആ ഒരു വിഷയത്തെ പറ്റി എന്താ ദാസേട്ടൻ ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെയാണ്. സോ എന്താണ് പറയാനുള്ളത്? ഞാനും കുറെ നറുക്കെടുപ്പിലൊക്കെ പങ്കെടുത്ത, പക്ഷെ ഇങ്ങനെ ഇടയിൽ കൂടെ ചൊറിഞ്ഞു കൂട്ടിയിട്ടൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. നമ്മൾ ഇങ്ങനെ എഴുതി കുറച്ച് ഒന്നും എടുക്കും. അതുള്ളത് അത് കണ്ട സമയത്ത് എല്ലാവർക്കും തോന്നിയ പോലെ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യമാണോന്ന് എനിക്കറിയില്ല. കുഞ്ഞനെൻ്റെ നല്ല സുഹൃത്താണ്. കുഞ്ഞൻ്റെ നിലപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ആൾക്കാർ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ സംഗതി സുതാര്യമാക്കി ചെയ്യാമായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. അത് കുഞ്ഞൻ മാത്രമല്ല, ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ കൂടിയിട്ട്. പക്ഷെ എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല.
കുഞ്ഞ് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അല്ല അത് ഞാൻ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിന്റെ ഇടയിലും ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക്കിന്റെ അകത്ത് പുള്ളിനെ സസ്പെൻഡ് ചെയ്യുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു നോട്ടീസ് ഞാൻ കണ്ടിരുന്നു. പക്ഷെ നമ്മൾ ഇൻഫ്ലുവൻസർമാർ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് സുതാര്യമായി വരാൻ ശ്രദ്ധിക്കണം. ആരായാലും ഞാനാണെങ്കിലും നമ്മൾ പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും പല കാഴ്ചപ്പാടുണ്ടാവും. പക്ഷെ കുറെ പബ്ലിക്കിന്റെ ഇടയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മളതൊന്ന് റിവീൽ ചെയ്യണം, ശ്രദ്ധിക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ്. ഈ ലക്കി ഡ്രോ പോലത്തെ പരിപാടികളൊക്കെ ഇല്ലീഗൽ അല്ല, അപ്പൊ അതുപോലത്തെ കാര്യങ്ങൾ ദാസേട്ടൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? അതൊക്കെ ശരിക്കും ഒരു ഭയങ്കര വിഷമമുള്ള കാര്യം. എന്താ വെച്ചാൽ കുറേ പാവപ്പെട്ട കുറേ ആൾക്കാർ കണ്ടുപോകാനും ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അതൊക്കെ ഒരു പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു 100-150 ആൾക്കാരെ നടക്കേണ്ട അകത്ത് 1-2 എടുക്കും. അത് രസമാണ്. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ അവരെ ആഗ്രഹത്തിന് ഇടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒന്നെടുത്തിരിക്കും, അതിൻ്റെ അകത്ത് 10 എടുക്കണം, എന്നാലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. ഒന്നൊക്കെ എടുക്കാറിയുമ്പം അതൊരു എന്താ പറയുക, കുറച്ച് ആൾക്കാർക്ക് പ്രൊമോട്ട് കിട്ടാൻ വേണ്ടിയുള്ള കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നല്ലൊരു പ്രവണതയായി എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ ബെറ്റിംഗ് ആപ്പിനെ പോലത്തെ ആപ്പ് പ്രൊമോഷനൊക്കെ ഒരിക്കലുമില്ല. എന്നെ വിളിച്ച് ഞാനത് വളരെ കൃത്യമായ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ എന്നെ സമീപിക്കുന്നത്. കുട്ടികളെ ഗെയിം കാര്യങ്ങൾ അതൊന്നും ഞാൻ സ്വീകരിക്കില്ല. എന്താ എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത് എന്താ, മൊബൈലിൽ ഗെയിം കളിക്കരുതെന്ന് പറയുന്നത് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അത് അവരോട് വളരെ വിനയത്തോട് പറഞ്ഞു. പിന്നെ അവർ എന്നോട് കൂടുതൽ നിങ്ങൾ ചെയ്താൽ ഞാൻ എനിക്ക് ഒന്നും വേണ്ട, ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യില്ല, എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ഒഴിവാക്കിയതാണ്. ഓക്കെ, അപ്പം നമുക്ക് കരിയറിന്റെ കാര്യത്തിലോട്ട് തന്നെ തിരിച്ചു വരാം. ഇപ്പൊ എന്താണ് പുതിയ സിനിമാ പ്രൊജക്ട്? എൻ്റെ കൂടൻ എന്ന സിനിമയാണ് ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ളത്. ഒരു 4-5 സീനുള്ള ക്യാരക്ടറാണ്, KSRTC കണ്ടക്ടർ ക്യാരക്ടറാണ്. നല്ലൊരു മൂവിയാണ്. കൂടെന്ന് ആണ് പൊതുവേ അതിൻ്റെ ഏകദേശം സിനിമേൻ്റെ മുഴുവൻ കഥയൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിടത്തോളം നല്ലൊരു മൂവി ആയിരിക്കാം. കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയൊരു സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ മൂവിയാണ് എന്തായാലും. അത് 20-ാം തീയതി റിലീസിംഗ് ആണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വിപിൻ ജോർജ്, പുള്ളിൻ്റെ കൂടെയുള്ള എൻ്റെ 3ാമത്തെ സിനിമയാണ്. ഇനി അപൂർവ പുത്രമ്പ എന്ന സിനിമ റിലീസ് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പം വിഷ്ണു വിപിൻ എപ്പോഴും സിനിമയിൽ എനിക്ക് തോന്നുന്നു സിനിമാ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു അങ്ങനെ തലക്കനില്ലാത്ത 2 വ്യക്തികളാണ് വിഷ്ണുവും വിപിനും. അവർ വന്ന വഴി എന്ന് അറിയുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വന്ന സ്ക്രിപ്റ്റ് റൈറ്ററായി വന്നതാണ്. 2 പേരും നായകന്മാരായിട്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് സിനിമാ ഫീൽഡിൽ. അവരൊക്കെയാണ് നമ്മളെ ശക്തി, നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളാണ് അവരൊക്കെ. അപ്പോൾ ഈ ഫിലിം ഫീൽഡിന് വേണ്ടിയിട്ടാണ് താടിയൊക്കെ വളർത്തി വെച്ചേക്കുന്നത്? ആണ്. ഓക്കെ, അപ്പം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആകുമ്പോൾ താടി വളർത്തുന്നത് പോലീസുകാരനാണ് മാത്രമേ താടി വെക്കാൻ പാടില്ല. ഗവൺമെന്റ് എംപ്ലോയി താടി വെക്കാൻ കമ്മലക്കിട അങ്ങനെയല്ല, നമ്മളല്ലേ തീരുമാനിക്കുക. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇതിനകത്തില്ല. ഓക്കെ, അപ്പം ദാസേട്ടന്റെ ഫാമിലി ഇതിലോട്ട് തന്നെ വരാം. ഇപ്പൊ ദാസേട്ടൻ ഒരുപാട് ലേഡീസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന സമയത്ത് അത് ഭാര്യയ്ക്ക് പ്രശ്നമാവാറില്ല? ഒരിക്കലും ഇല്ല. എൻ്റെ വൈഫിന് നല്ലോണം അറിയാം. ലേഡീസിന് അപ്പം ഒരു സിനിമയിൽ ലാലേട്ടൻ എത്ര ആളോ അഭിനയിക്കുന്നുണ്ട്, മമ്മൂക്ക അഭിനയിക്കുന്നുണ്ട്, ജയറാമേട്ടൻ അഭിനയിക്കുന്നുണ്ട്, പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ട്. അവിടെ പോയി പൃഥ്വിരാജിൻ്റെ വൈഫോ ഒരാളെ ഭാര്യമാരെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. റീല്, സിനിമ, ഷോർട്ട് ഫിലിം എല്ലാം ഒരേ മേഖലയാണ്. ഇപ്പോൾ സിനിമ ആണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോകണം, വേണ്ടേ? റീല് കാണാൻ മൊബൈൽ ജസ്റ്റ് തോണ്ടിയാൽ മതി. എല്ലാം അഭിനയം എല്ലാ മേഖലയും ഒരേപോലെയാണ്. അതിൽ ദാസേട്ടൻ കോഴിക്കോട് കുറേ പെണ്ണുങ്ങളോട് അഭിനയിച്ച് എന്താണ് സംഭവിക്കുകയുള്ളത്? ഒന്നും സംഭവിക്കില്ല. ആ രീതി കാണാത്തുണ്ട്. ഇപ്പോൾ റൊമാൻറ്റിക് ഞാനും രേണുവും ചാന്തുപൊട്ടിൽ അഭിനയിച്ചു. ചാന്തുപൊട്ടിൽ ദിലീപേട്ടനും ഗോപികയും ചെയ്തതിൻ്റെ പകുതി പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. അവിടെ എന്താ ഇത്ര വിവാദം? എന്താ? ഒന്നുമില്ല. രേണുവിനെ വയറിന് ജസ്റ്റ് പിടിക്കുന്നത്, കാലിൻ്റെ മുകളിൽ കാലിട്ട് ഇതൊക്കെ അതിനകത്ത് ആ കട്ട് ഷോട്ട് എടുത്താൽ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ എൻ്റെ ക്യാമറ, എൻ്റെ ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്നത്, അവനറിയാം, ചക്കോടി, അവനറിയാം എങ്ങനെ ഷോട്ടുകൾ എടുക്കണമെന്ന് അറിയാം. ഓരോ ഷോട്ടുകൾ ഓരോ സമയത്ത് എടുത്ത് എഡിറ്റ് ചെയ്ത് സിനിമ പോലെ തന്നെ സംഭവിക്കുന്നതായിരിക്കും. ആൾക്കാർ വിചാരിക്കുന്നത് ഇവരിങ്ങനെ സിനിമാര് കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്, കട്ട് പറയുന്നത്. അങ്ങനെ ഒന്നുമല്ല. ഓരോ ഷോട്ടുകൾ എടുത്ത് അത് മിക്സ് ആക്കിയിട്ടാണ് റീലായിട്ട് മാറുന്നത്. അത് റീലിപ്പോൾ 3 മിനിറ്റ് വരെ ആക്കിയല്ലോ, അല്ല 3 സെക്കൻഡ്, 3 മിനിറ്റ് വരെ. അതേപോലെ നാളെ 5 മിനിറ്റ് വരെ സിനിമ പോലെയാവും. അപ്പൊ ഈ ഒരു ചാന്തുപൊട്ടിന്റെ സംഭവം ഇറങ്ങിയപ്പോൾ ട്രോളൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് ദാസേട്ടൻ അതിനെതിരെ പ്രതികരിച്ചത്? ഞാൻ അന്ന് എന്നെക്കാളും കൂടുതൽ രേണുവിനെ വന്നത് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വീട്ടിൽ വെള്ളസാരി എടുത്ത് ഇരിക്കേണ്ട ആൾക്കാർ, അങ്ങനെ അതൊക്കെ എന്ത് കാഴ്ചപ്പാടാണ്? നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഈ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, എന്താ പറയുക, നല്ലത് കണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ കൂടുതൽ മാക്സിമം വിമർശിക്കുക ചെയ്യുക. നല്ലത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ലത് പറയുന്ന ആൾക്കാർ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എന്താ ചെയ്യുക, ഫേസ്ബുക്കിലൊക്കെ എടുത്ത് നോക്കിയാണ് കണ്ടമാനം. ഞാൻ ഒരു സമയത്ത് രേണു തന്നെയാണ് ഇങ്ങനെ ഓരോ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ 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 കാണാം. അല്ലല്ലേ, അത് ഇപ്പം രേണുവിനിപ്പോൾ കുറേ കാണുന്നുണ്ട് എന്തൊക്കെയാ. അപ്പം അത് ഓരോ പേജുകളെടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. രേണു പോസ്റ്റ് ചെയ്യുന്നത് ദാസേട്ടൻ പോസ്റ്റ് ചെയ്യുന്നതല്ല, അവരെടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനടിയിൽ ഫുള്ള് കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ പേജിനല്ലേ വിമർശിക്കുന്നത്, ഞങ്ങളെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പോൾ അതൊരു ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ കുറച്ച് കൂടുതലാണ് നമ്മളെ മലയാളികളുടെ ഇടയിൽ, എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഒക്കെ വന്ന സമയത്ത് രേണു സുധി ദാസേട്ടനെ സമീപിച്ചായിരുന്നോ?
പിന്നെ സമീപിക്കാറുള്ള ആള് അവള് തിരിച്ചു നല്ല രീതിയിൽ ഡോസ് കൊടുക്കുന്ന ആളായിരുന്നു അല്ലേ. ഞാൻ തന്നെ ഇത്രയും ബോൾഡായ ഒരു ലേഡീനെ ഇങ്ങനെ ഈ ഒരു റീൽ സെക്ഷനിൽ അതുവരെ കണ്ടിട്ടില്ല. നല്ലോണം രേണു തിരിച്ചു പറയും. ഇപ്പം കുറച്ച് കുറഞ്ഞോ സംശയമുണ്ട് പറയുന്നത്. തുടക്കത്തിൽ നല്ലോണം പറയും. അന്ന് ഞാനും രേണും കൂടി റീൽസ് ചെയ്യുന്ന സമയത്താണ് രേണു തിരിച്ചു നല്ലോണം പറയാൻ തുടങ്ങിയത്. അപ്പം എന്ത് ചെയ്ത് നെഗറ്റീവുകൾ കൂടുതൽ ശക്തമായി എനിക്കെതിരെയും രേണുവിനെ തിരിഞ്ഞു. ഇപ്പം രേണു അങ്ങനെ തിരിച്ചങ്ങനെ കൂടുതൽ കമൻറ്റ് മറുപടി കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം രേണുവിൻ്റെ കൂടെ അഭിനയിക്കുന്ന നായകന്മാരൊക്കെ വളരെ സുതാര്യമായി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമാണ്. അന്ന് ഞങ്ങളുടെ സമയത്ത് ഭയങ്കര അപ്പോൾ എന്നൊക്കെ എന്തൊക്കെയാ തെറി പറയുന്നത്. ഇപ്പം എന്തോ ഇപ്പോഴുള്ള നായകന്മാർക്ക് ഭയങ്കര ഭാഗ്യമാണ്. ആ ഒരു പ്രശ്നം അവരിലേക്ക് വരുന്നില്ല. ദാസേട്ടാ ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ അലിൻ ജോസ് പെരേരയുടെ കാര്യത്തിൽ തന്നെ വരാം. അപ്പം ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പേഴ്സണലി എന്താണ് ദാസേട്ടൻ്റെ? അലിൻ ജോസ് പെരേര പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതില്ലാന്ന് പറയുന്നത്. ഞാൻ അവനോട് അലിൻ ജോസിനെ അന്ന് കണ്ടിരുന്നു പോയ സമയത്ത്, തഗ് എന്ന സിനിമയുടെ പ്രൊമോഷൻ പോയ സമയത്ത്. അപ്പം അത് എന്താണെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ അങ്ങനെ അവനെക്കൊണ്ട് അവനോട് ആരെങ്കിലും പറഞ്ഞ് അവൻ പറയുന്നതാണോ ഒന്നും എനിക്കറിയില്ല. പല കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ പറയുക, കല്യാണം വീട്ടിൽ പോയി എനിക്ക് അങ്ങനെ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് 3000 കൊടുക്കും, ഇവന് 3000 കൊടുക്കും കിട്ടുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നാണ് ഉള്ള ആളോന്ന് എനിക്കറിയില്ല, ആരോട് പറയിപ്പിച്ചതാണോ എനിക്കറിയില്ല. പക്ഷെ അവൻ ഇത്രയും ആൾക്കാർ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം അറിയപ്പെടുന്ന ആൾ മാക്സിമം നമ്മൾ അറിയപ്പെടുന്ന ആളായി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സെൽഫായിട്ടൊരു നിയന്ത്രണം അത്യാവശ്യമാണ്. ഞാനല്ല ആരാണെങ്കിലും. അതാണ് എനിക്ക് പറയാനുള്ളത് അവനോട്. നല്ല സുഹൃത്താട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചിരുന്നു. ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അവനോട് ജിമ്മിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. വയറൊക്കെ ചാടുന്നുണ്ട്. അപ്പൊ അവന് ജിമ്മിൽ പോകണം. അലന്നെ ഉണ്ട് വയറ് നല്ല. ഇപ്പം ഭാവിയിൽ ഇപ്പൊ നായകനായിട്ടൊക്കെ ഞാൻ ജസ്റ്റ് കണ്ടതല്ലേ. ഭാവിയിൽ നായകനായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ വയറൊരു പ്രധാന ഘടക പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ അലിൻ ജോസ് പെരേരയെ പറ്റി പറഞ്ഞപ്പോഴാണ്, അലിൻ ജോസ് പെരേര ആറാട്ടണ്ണൻ ഒരു കോംബോ ആയിരുന്നല്ലോ. ആറാട്ടണ്ണൻ ആയിട്ട് ഞാൻ വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ വീഡിയോയിൽ എന്നെ കയറി വിമർശിച്ചിട്ടുണ്ട്. എന്താ എനിക്കറിയില്ല. കോഴിക്കോട് മണ്ടനാണ് എന്തോ പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ ഉണ്ട്, പുള്ളി ജയിലിൽ പോകുന്നതിന് കുറച്ച് മുമ്പ് ഇറക്കിയൊരു വീഡിയോനകത്ത് ഞാൻ കണ്ടു. ഞാൻ പുള്ളിയുടെ യാതൊരു പരിചയമില്ല. ഞങ്ങൾ അടുത്തു കൂടെ ഒക്കെ പോയിട്ടുണ്ട്, തലയെ കാട്ടിന്. പക്ഷെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ പുള്ളി അതിനെപ്പറ്റി എന്തോ അങ്ങനെ പറഞ്ഞു ഞാൻ കണ്ടു. അല്ലല്ല, വെറുതെ പുള്ളി രാത്രി ഇങ്ങനെ പറയുന്നു. അതിൻ്റെ അത് ഒരു എന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാസറ്റൻ കോഴിക്കോട് എന്തോ മണ്ടനാന്നോ എന്തോ പറഞ്ഞില്ല. അതില്ല ബന്ധത്തിനപ്പോ. ഓക്കെ ഓക്കെ. അപ്പം ദാസേട്ടാ ഫാമിലിയുടെ കാര്യത്തിലോട്ട് തന്നെ വരാം. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് സുഖമായിരിക്കുന്നു. പ്ലസ് ടു എത്തി. രണ്ടാമത്തെ ആള് 6ാം ക്ലാസ്സിൽ, മോള് 3ാം ക്ലാസ്സിൽ. മൂന്ന് മക്കളുണ്ട്. 3 മക്കള്. ഓക്കെ. വൈഫ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? വൈഫ് ടീച്ചറാണ്. അപ്പൊ വൈഫ് ഇങ്ങനെ സ്കൂളൊക്കെ പോകുമ്പോ വൈഫിന് എന്തൊക്കെയാ പ്രതികരണം? വൈഫിനോട് എല്ലാ കാര്യം തോന്നുന്നു വരാറുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ടീച്ചർമാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ദാസറിന്റെ ആ വീഡിയോനെ പറ്റി ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെ അഭിപ്രായ ഡിസ്കഷനൊക്കെ നടക്കാറുണ്ട്. അപ്പം അതിലവർക്ക് അങ്ങനെ അവളെ അവൾക്കറിയാം ഭർത്താവ് ഒരു ആക്ടറാണെന്ന് അറിയാം, അഭിനയിക്കുന്ന ആളാണ്, നാളെ സിനിമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളറിയാം, സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളറിയാം. അപ്പോൾ ആക്ടർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയായിട്ട് വേറെ ലേഡി വരും, പെങ്ങളായിട്ട് വരും, മകളായിട്ട് വരും. ഇതൊക്കെ സ്വാഭാവികം. സ്ത്രീകളും പുരുഷനും കൂടിയല്ലേ അഭിനയിക്കാറ്. അപ്പോൾ ഏതെങ്കിലും കാറ്റഗറിയിൽ പല ആൾക്കാരും നമ്മൾ ഇടപഴകി വരും. അതൊക്കെ വൈഫിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആരോ മൈൻഡോടെ ചിന്തിക്കേണ്ട, കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ നോക്കുമ്പോൾ ദാസേട്ടൻ്റെ ഇതിൽ 99% കമന്റ്സ് ഇങ്ങനത്തെയാണ്. സോ ഒരാൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ നേരത്ത് നമ്മൾ അയാളെ പറ്റി മൊത്തം നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക കമന്റ് സെക്ഷൻ ആയിരിക്കും. ആ കമന്റ് സെക്ഷൻ നോക്കുന്നതിൽ മൊത്തം മലയാളികൾ ഇത്തേ സാധനങ്ങളാണ് ചോദിക്കുക. ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമല്ലേ, അങ്ങനെ ആകുമ്പോൾ കുഴപ്പമല്ലേ. ഇപ്പൊ ഒരാൾ ജീവിക്കുന്ന ഒരാളുടെ ഇഷ്ടമാണ്. ദാസേട്ടന്റെ രീതി ജീവിക്കുന്നു, രേണുസുതിയുടെ രീതി ജീവിക്കുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യങ്ങളാണ്. അതിലൊന്നും കൈയർത്താൻ ഞാനും ആളല്ല, നാട്ടുകാരും ആളല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ കോമൺ ആയിട്ട് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന വ്യക്തിയോട് ചങ്കുകളെ, ഞാനൊരു KSEB വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. ഇപ്പം ലീവുള്ള സമയങ്ങളിൽ രാവിലെ ഞാൻ എൻ്റെ ക്യാമറമാൻ ഫ്രണ്ട്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ 2-3 റീലുകൾ ഞങ്ങൾ അടിപൊളിയായി ഞങ്ങൾ ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാർ അഭിനയിക്കാൻ വരും. അവർ അഭിനയിച്ച് അവരെ വഴിക്ക് പോകും. അങ്ങനെ കൃത്യമായി ജോലി ചെയ്ത് പോവുക, കിട്ടിയ ഇടവേളകളിൽ റീൽസ് എടുക്കുക, സിനിമകളിൽ അവസരം വന്ന് അഭിനയിക്കാൻ പോവുക, ഷോർട്ട് ഫിലിമൊക്കെ പോകുക. അതൊക്കെയാണ് എൻ്റെ ജോലി. എന്ന് വെച്ച് നമ്മൾ സ്ത്രീകളോട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പം സിനിമ, റീല്, ഷോർട്ട് ഫിലിം ഒക്കെ ഒരേപോലെ കാണുന്നതാണ്. അതിൽ അഭിനയിക്കുന്നത് അതേപോലെ നമ്മൾ അഭിനയിക്കുമ്പോൾ റീലിൽ അഭിനയിക്കുമ്പോൾ അത്ര അഭിനയം മുഖത്ത് വേണ്ട, സിനിമയിൽ ഭയങ്കര അഭിനയിക്കണം, അതൊക്കെ വെറുതെ പറയും. ഞാൻ ഏത് അഭിനയിക്കാൻ കിട്ടിയ മേഖല കിട്ടിയ ആളെ വൃത്തിയായി അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അത് തുടർന്നും അഭിനയിക്കും. എന്നോട് സ്ത്രീകളും അഭിനയിക്കാറുണ്ട്, പുരുഷന്മാർ അഭിനയിക്കാറുണ്ട്. വിവാദങ്ങൾ ഉണ്ടാവട്ടെ, വിവാദങ്ങൾ ഉണ്ടായാലേ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ വിവാദങ്ങൾ ഒരിക്കലും പ്രതികരിക്കുന്ന ആളെയല്ല, പ്രതികരിക്കാൻ ഇഷ്ടമല്ല. കാരണം മടുത്തു. അതുകൊണ്ട്
എൻ്റെ വൈഫും എൻ്റെ ഫാമിലിയൊക്കെ ഹാപ്പിയാണ്. ഞങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്യാമറാമാർ എല്ലാവരും ഹാപ്പിയാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഹാപ്പിയാണ്. പിന്നെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാർ എന്താ ചൊറിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതാണ് പൊളിച്ചെടുക്കാറുള്ളത്. ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് വളരെ നല്ല കോൺസെപ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? നാട്ടുകാരൊക്കെ പിന്നെ ഫുൾ സപ്പോർട്ടാണ്. ഞാൻ കഴിഞ്ഞ മാസം മഴയുടെ സമയത്ത് വീടിൻ്റെ പുറത്തുള്ള പീടിയയിലേക്ക് സാധനം വാങ്ങുന്ന സമയത്ത് പീഡിയക്കാരൻ വന്ന് അവസാനം ഞങ്ങളിവിടെ റീൽ ചെയ്തില്ല. ഞാൻ അവസാനം അവരെ കൂട്ടി റീലൊക്കെ ചെയ്തു, പോസ്റ്റ് ചെയ്തില്ല. അങ്ങനെ എൻ്റെ നാട്ടുകാരൊക്കെ വലിയ എന്താ നമ്മളെ കാണുമ്പോൾ വലിയ വർത്താനം പറഞ്ഞ് ലോക്യം പറഞ്ഞ് എന്തൊക്കെയാണ് അടുത്ത പരിപാടികളൊക്കെ. അധികം ആൾക്കാരും KSB പറയും കറണ്ടില്ല എന്ന് പറഞ്ഞ വീട്ടിൽ അവിടെ പന്തിരങ്കാവ് സെക്ഷനിൽ കറണ്ടില്ല അവസാനം. ഞാൻ പന്തിരങ്കാവ് അല്ല തിരുവമ്പാടി വർക്ക് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ വിളിച്ച് പറയും. ആ രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട് പറയും. അങ്ങനെ അത്ര ഇഷ്ടം ഉണ്ടായാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവർ. അപ്പൊ കോഴിക്കോടുള്ള ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാന്ന് പറയുന്നത് ശരിയല്ലേ? കോഴിക്കോട്ടുകാർ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, നല്ലോണം സ്നേഹം കൊടുക്കുന്ന ആൾക്കാർ. പക്ഷെ എന്ന് വെച്ച് ബാക്കിയെല്ലാം സ്നേഹം ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ എനിക്ക് എവിടെ പോയി കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടും. ഞാൻ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ പറവൂർ ഞാൻ ഷൂട്ടിന് പോയി കഴിഞ്ഞ ആഴ്ച. കുറേ പിള്ളേർ കൂടെ കൂടി ഞങ്ങൾ ഉന്നം മറന്നു ആകെ ചെയ്തിരുന്നത്. അങ്ങനെ എവിടെ പോയാലും ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. ദാസേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്തുണ്ടെങ്കിലും ചിരിച്ച് തള്ളുന്നൊരു വ്യക്തിയാണ്. അത്രേ ഉള്ളൂ. ഒന്നും കാര്യമായിട്ട് എടുക്കുന്ന അങ്ങനെ കാര്യമായിട്ട് എടുക്കേണ്ട സാധനം കാര്യമായിട്ട് എടുക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു നെഗറ്റീവ് ഒരു കമന്റ് വന്നൊരു വിഷയം ഉണ്ടായിരുന്നു രേണുസുധീൻ്റെ. അത് വളരെ മോശമായിട്ട് ഞാനത് എന്തായിരുന്നു അത് ഭയങ്കര ഇപ്പോൾ ഇവിടെ പറയാൻ കഴിയില്ല, അത്രയും പച്ചയായ തെറിയാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമം. എൻ്റെ അമ്മേനെ കുട്ടി അങ്ങനെയൊക്കെ മോശമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ സാധാരണ ഇതിലിപ്പം ഞങ്ങൾ ഇപ്പം ചക്കോടി ഇതിന് വേണ്ടി ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കമൻറ്റ് നോക്കുന്ന സമയത്ത് അധികം ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഞങ്ങൾ ഇഗ്നോർ ചെയ്യും. ഞാൻ ഈ അക്കൗണ്ട് നോക്കിയപ്പോൾ ജെന്യൂൻ അക്കൗണ്ട്, അതായത് പുള്ളി നല്ല അടിപൊളിയായി ഡാൻസും പാട്ടും ചെയ്ത് പോകുന്നൊരു അക്കൗണ്ട്. ഇവനെന്തിനാ എന്നെ ചീത്ത? ഞാൻ മനസ്സിൽ കുറേ ആലോചിച്ചു. വൈഫിനോട് ഡിസ്കസ് ചെയ്തു. വൈഫിന് തെറി കമൻറ്റ് കാണിച്ചത്. വൈഫ് പറഞ്ഞു ദാസേട്ടാ ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ സൈബർ പോലീസിന് പരാതി കൊടുത്തു. എൻ്റെ എന്തോ ഭാഗ്യത്തിന് സൈബർ പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുക്കാൻ പോകുമ്പം അവിടെ ഇരിക്കുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പെട്ടെന്ന് എൻ്റെ കൂടെ എടാ ഷൺമുഖ നീ എന്താ ഇവിടെ? എൻ്റെ കൂടെ കോളേജ് പഠിച്ച ആളാണ്. അപ്പോൾ അത് SI സൈബർ പോലീസിൽ കോഴിക്കോട്. പുള്ളിക്ക് കൊടുത്തതിന് ശേഷം പുള്ളി പറഞ്ഞത് ഉടനെ ടേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു കൊടുത്തു. പുള്ളിനെ വിളിച്ച സമയത്ത് പിന്നെ ഭയങ്കര കരച്ചിലും പിടിക്കലൊക്കെ. അങ്ങനെയാണ് ആ ചേട്ടാ എന്നെ ഞങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് അങ്ങനെ വന്നാൽ നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സ് ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ അറിയില്ല. പക്ഷെ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മോനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളെ പറഞ്ഞു. പക്ഷെ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ആളാന്ന് പറഞ്ഞു. 4.5 മില്യൺ കയറി പോസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പക്ഷെ കേസും കാര്യങ്ങളൊന്നും വേണ്ട, ഞാൻ വേണ്ടാന്ന് സിനോട് പറഞ്ഞു. അവനെ വിളിച്ചിന് ചെയ്യാൻ ഒക്കെ പറഞ്ഞിട്ട് അവന് സുഖമില്ലാത്ത പയ്യനാണ്. പക്ഷെ അവൻ ആ സമയത്ത് എന്താ പറഞ്ഞു അമിതമായിട്ട് മദ്യപിച്ച സമയത്ത് ചെയ്തു പോയത് അതൊരു ഇതല്ലല്ലോ, അതൊരില്ല. അപ്പൊ ഞാനത് ഇഗ്നോർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ വേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കണം, അല്ല നമ്മൾ വെറും പൊട്ടനാവാൻ പാടില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഒക്കെ മനസ്സിലാക്കി പോകുന്ന ആളാ. ഒന്നിനോട് അങ്ങനെ അമിതമായിട്ട് കയറി ഇടപെട്ട് അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. എല്ലാവരും വഴിക്കും മര്യാദയ്ക്ക് പോകേണ്ട ആൾക്കാരല്ലേ. അവർക്ക് എല്ലാവർക്കും വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊന്നും നമ്മൾ പോയി വെറുപ്പിക്കാൻ പാടില്ല. പക്ഷെ നമ്മളെ കയറി ചൊറിഞ്ഞോണ്ടിരുന്നു ഒരു കുഴപ്പം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചൊറിഞ്ഞിട്ട് അത് കുരു പോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇടപെടും, വെട്ടിരിക്കും. ആ ഒരു ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടും. ഓക്കെ. അപ്പൊ ദാസേട്ട ആ ഒരു നിലപാട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ആണേലും ചിരിച്ചുകൊണ്ടാണേലും ആ ഒരു ഇതാണെങ്കിലും ദാസേട്ടൻ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ ഈ രേണുസുധിയെ പോലും ഈ ഒരു ഫീൽഡിൽ കൊണ്ടുവന്ന് അവർക്കൊരു ജീവിത മാർഗം കൊടുത്തതുപോലെ തന്നെയാണ് എനിക്ക് സംസാരത്തിൽ രേണു പറഞ്ഞിട്ടുണ്ടോ. രേണുവിൻ്റെ അടുത്ത് ഒരാൾ പോയി രേണു പറഞ്ഞു ദാസേട്ടൻ കോഴിക്കോടാണ് ഇങ്ങനെ സിനിമാറ്റിക് രീതിയിൽ എടുക്കാം. അപ്പം രേണു പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞാൻ സത്യമായ ഒരു ഓൺലൈൻ ചാനൽ വന്ന സമയത്ത് പറഞ്ഞത് നമുക്ക് സന്തോഷം ഉണ്ടായ കാര്യത്തിൽ. ഇപ്പോൾ രേണു നാളെ സിനിമയിലേക്ക് കയറി അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആയി എനിക്കൊരു കോൺഫിഡൻസ്, ഞാൻ കൊണ്ടുവന്ന ഒരാളാണ്, എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അത് നമ്മളെ ഹൃദയത്തിൽ തട്ടി നമ്മൾ പറയുന്നത്. ഒരാൾ നന്നാകുമ്പം നമ്മളെ കൂടി അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത്, ഞാൻ അലിൻ ജോസിന്റെ ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ നടത്തിയപ്പോൾ അലിൻ ജോസ് പറഞ്ഞു ദാസേട്ടൻ കോഴിക്കോടല്ല കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കൊല്ലം സുധിയുടെ വൈഫല്ലേ രേണു സുധി. അപ്പൊ ദാസേട്ടന് പറയാനുള്ളത് എനിക്ക് അവരോടൊന്നും പറയാം, നേരത്തെ പറഞ്ഞല്ലോ, അവരോടൊന്നും പറയാനില്ല. എന്താ വെച്ചാൽ കൊല്ലസുദ്ധീൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാതെ കഴിവുള്ള ഒരാളാണ് രേണു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവളെ വീഡിയോയിൽ. അങ്ങനെ ഞാൻ വിളിച്ച സമയത്ത് സന്തോഷപൂർവ്വം വരികയാണ് ചെയ്യാൻ വേണ്ടി. ആ വീട്ടിൽ വൈഫിനോടൊക്കെ പറഞ്ഞു ഇങ്ങനെ രേണു സുധി അങ്ങനെ.
പക്ഷെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ആൽബങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല സിനിമ നാടക ആക്ട്രസ്സാണ്. സംഘമിത്ര നാടകത്തിലെ ആക്ട്രസ്സാണ് അവള്. നന്നായി വരട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് ആഗ്രഹം. ഓക്കെ, എല്ലാം നല്ല രീതിക്ക് ആവട്ടെ. അപ്പം ദാസേട്ട ഇത്രയും കൂടെ ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന്, എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പം ഇനിയും പൊളിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അതുപോലെ സംഗതി ഉള്ളിടത്തോളം ഞാൻ പൊളിക്കും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.